ഹലോ ഗായ്സ് ഗെയിം ഞാൻ വന്നിരിക്കുന്നത് 3 ഫോൺസിൻ്റെ കുറിച്ച് പറയാനായിട്ടാണ്. അതിൽ 2 ഫോൺ നിങ്ങൾക്ക് എന്തായാലും അറിയായിരിക്കും. 2 ഫോൺസ് ആ കമ്പനിയുടെ ലേറ്റസ്റ്റ് ഫോൺസാണ്. അപ്പം എന്നാൽ ഒരു ഫോണ് ലേറ്റസ്റ്റ് അല്ലെങ്കിലും ചിലവർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ. ലേറ്റസ്റ്റ് അല്ലെങ്കിലും അറിയായിരിക്കും, നല്ലൊരു ഫോണാണ്. ഒരു അടിപൊളി ഫോൺസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതെന്താ സോറി. ഓക്കെ, അടിപൊളി ഫോൺസിനെ കുറിച്ച് പറയാനാണ്. നമുക്ക് നേരെ പോകാം. ആദ്യം ഫ്ലിപ്കാർട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ നേരെ ഫോൺ എടുക്കുക. ഫോൺ എടുക്കുക. ഫോൺ ഇതാ കിടക്കുന്നു ഗൈസ്. നിങ്ങൾക്കിപ്പോൾ തന്നെ മനസ്സിലായി കാണും മറ്റു ഫോൺ ഏതാണ്. നമുക്ക് ഈ ആദ്യത്തെ ഫോണിലോട്ട് പോകാം. ആദ്യത്തെ ഫോൺ എന്ന് പറഞ്ഞാൽ വിവോ V60e എന്ന് പറയുന്നൊരു പവർഫുൾ ഫോണാണ് ഗൈസ്. ഒരു രക്ഷയില്ലാത്തൊരു ഫോണാണ്. 200 മെഗാ പിക്സലിൻ്റെ ക്യാമറ വരുന്നുണ്ട്. ഇന്ത്യാസ് ഫസ്റ്റ് AI ഫീച്ചേഴ്സ് കുറേ വരുന്നുണ്ട്. അതുപോലെ 85 ഇതിൻ്റെ ഒരു ടെലിഫോട്ടോ വരുന്നുണ്ട്. പിന്നെ 50 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. ടേക്സ് ക്യൂട്ട് ഫോട്ടോസ്. പിന്നെ 4K വീഡിയോ റെക്കോർഡ് ഫ്രണ്ട് ക്യാമറയിലും റിയൽ ക്യാമറയിലും പറ്റുന്നുണ്ട്. പിന്നെ മറ്റേ AI ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഉറ ലൈറ്റ് എന്ന് പറയുന്നൊരു ലൈറ്റ് വരുന്നുണ്ട്, ഒരു അടിപൊളിയായിട്ട്. പിന്നെ സെമി കൗഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ല സ്മാൾ ബെസൽസ് ആയിട്ട് നല്ല കൗഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നീട് 5000 നെറ്റിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് തരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ്. HDR10+ സപ്പോർട്ട് വരുന്നുണ്ട്. HGSTയുടെ ഡിസ്പ്ലേ ആണ് പറയുന്നത്. അൾട്രാ ബ്രൈറ്റ് ഡിസ്പ്ലേ എന്നാണ് പറയുന്നത്. ഫ്രണ്ട്ലിയാണ് ഡിസ്പ്ലേ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും പറ്റില്ല. ഒരു നല്ല ക്യൂട്ട് ആൻഡ് നൈസ് ബെസൽ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നീട് പോകുന്നത് സൗണ്ടിലോട്ടാണ്. സ്പീക്കേഴ്സ് വരുന്നത് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. കൊള്ളാം. പിന്നെ 6500 mAh ബാറ്ററിയാണ്. 90 വാട്ടിൻ്റെ ഫ്ലാഷ് ചാർജിങ്ങും വരുന്നുണ്ട്. സൂപ്പർ നൈസ്. പിന്നെ അൾട്രാ ലാർജ് VC കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്. പ്ലേ ഹാർട്ട് സ്റ്റേ കൂൾ എന്ന് പറയുന്ന ഒരു ഇതാണ് ഇതിൻ്റെ സിഗ്നേച്ചർ അല്ല, എന്താ പറയുക, ഒരു സംഭവം. നല്ല അടിപൊളി ഫോൺ, നല്ല ഫോട്ടോ ഒക്കെ നല്ല സീനായിരിക്കും. പിന്നീട് വരുന്നത് ഫൗണ്ട് OS വരുന്നത് ഫോൺ ടച്ച് OS ആണ് വരുന്നത്. 15 IP60 ആൻഡ് 68ഉം 69ൻ്റെയും സപ്പോർട്ട് വരുന്നുണ്ട്. പ്രൊട്ടക്റ്റ് പൊളിയായിരിക്കും. പിന്നീട് ഞാൻ പറഞ്ഞാൽ 200 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ വരുന്നുണ്ട്. സെക്കൻഡറി ക്യാമറ 8 മെഗാ പിക്സലാണ്. മെയിൻ ഫ്രണ്ട് ക്യാമറ 50 മെഗാ പിക്സലാണ്. ഓക്കെ, ഗുഡ് ഫോൺ ഇൻ എവർ. പിന്നെ വില വരികയാണെങ്കിൽ 256 GB പ്ലസ് 12 GB 34,000 രൂപയാണ് വരുന്നത്. കൊള്ളാം, നല്ലൊരു നല്ലൊരു ഫോണാണ്. പിന്നീട് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 190 ഗ്രാമാണ് വരുന്നത്. ഫുൾ HD ഡിസ്പ്ലേ ആണ്. HD ഗെയിമിംഗ് സപ്പോർട്ടും ഉണ്ട്. ക്യാമറ ഫ്ലാഷ് വരുന്നത് റിയൽ ഫ്ലാഷ് ആണ്. 120 ഹെർട്സ് ആണ്. 60 ഹെർട്സും വരുന്നുണ്ട്. ടച്ചൊക്കെ കൊള്ളാം. മൾട്ടിപ്പിൾ ടച്ച് കപ്പാസിറ്റി ഉണ്ട്. കളർ ടെമ്പറേച്ചർ വരുന്നുണ്ട്. OS പ്രോസസ്സർ ഫീച്ചേഴ്സൊക്കെ പറയുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം Android 15 ആണ്. മീഡിയാടെക്കിൻ്റെ ചിപ്സെറ്റാണ്. ഡയമൻസിറ്റി 7360യുടെ ടെർബോയാണ് വരുന്നത്. അത് കൂൾ പ്രോസസ്സറാണ്. നല്ല സാധനമാണ് കേട്ടോ. പിന്നീട് നമുക്ക് 6000 mAh ബാറ്ററി. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്
76.96 വരുന്നത്. പിന്നീട് ഇത് ഫുൾ HD ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നെ ബാക്കിയെല്ലാം കുറേ ഉണ്ടടി. പിന്നീട് ക്യാമറ ഫീച്ചേഴ്സിൽ പ്രൈമറി ക്യാമറ അവൈലബിൾ ആണ്. പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് 200 മെഗാ പിക്സലിൻ്റെയും പ്ലസ് 8 മെഗാ പിക്സലാണ്. 200 മെഗാ പിക്സലിൻ്റെ അൾട്രാ ക്ലിയർ മിനി ക്യാമറയാണ്. OIS ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്, അടിപൊളിയാണ്. സെക്കൻഡറി ക്യാമറ അവൈലബിൾ ആണ്. സെക്കൻഡറി ക്യാമറ എൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറ 50 മെഗാ പിക്സലിൽ IFB ഗ്രൂപ്പ് സെൽഫി ക്യാമറയാണ്. FI അങ്ങനെ എന്തൊക്കെയോ ഫീച്ചർ വരുന്നുണ്ട്. FM റേഡിയോയും ഇല്ല, FM റേഡിയോ റെക്കോർഡിങ്ങും ഇല്ല. പിന്നെ മോഡൽ നെയിം OTG ഒക്കെ തന്നെയാണ്. കൊള്ളാം, നല്ലൊരു ഫോണാണ്. സമയം കിട്ടുന്ന പോലെ വായിച്ചെടുത്താൽ മതി. ഫ്ലിപ്കാർട്ടിൽ ഇതിപ്പോൾ അവൈലബിൾ ആണ് 34,000 രൂപയ്ക്ക്. ആ സ്റ്റോറേജ് വരുന്നുണ്ട്. പിന്നെ ഇതിന് 2 കളറാണ് വരുന്നത്. ഒന്ന് പർപ്പിളും ഒന്ന് നോബിൾ ഗോൾഡ് എന്നാണ് പറയുന്നത്. രണ്ടിലും ഒരേ ഫീച്ചേഴ്സാണ്, കളർ മാത്രമാണ് വ്യത്യാസം. ഇത് എന്താ ഇലൈറ്റ് പർപ്പിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ഗുഡ് എന്നേ പറയാവുള്ളൂ. ഓക്കെ, ഇതെന്താ ഇതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കുകയാണെങ്കിൽ ഫോട്ടോ വേണ്ട, എന്നാൽ സൂപ്പർ ഫോട്ടോസാണ് എടുക്കാൻ പറ്റുക. കണ്ട, സൂപ്പർ ഫോട്ടോസാണ് എടുക്കാൻ പറ്റുക ഈ ഫോണിൽ. ഇനി നെക്സ്റ്റ് ഫോണാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ iPhone 17 Pro Max വിത്ത് ഓറഞ്ച് കളർ. ഇതിപ്പോൾ കറൻ്റ്ലി അവൈലബിൾ അല്ല, എന്നാൽ വേറെ കളേഴ്സ് അവൈലബിൾ ആണ്. വൈറ്റോ ഗ്രീൻ അല്ലല്ല, ബ്ലൂ അല്ലാതെ ഡാർക്ക് ബ്ലൂ ആണ്. വൈറ്റിൻ്റെ 1.5 ലക്ഷം 1.25 ലക്ഷോടാ. വൈറ്റിൻ്റെയൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് ആമസോണിൽ നോക്കാം ഇത് അവൈലബിൾ ആണോന്ന്. ആമസോണിൽ എന്തോ എനിക്കറിയില്ല, ആമസോണിൽ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കാൻ സാധ്യത കൂടുതലാണ്. നമുക്ക് നോക്കട്ടെ. ഐഫോൺ ഞാൻ എന്താ എടുത്ത്, അയ്യോ മാറിപ്പോയി. ഓറഞ്ച് കളറാണെങ്കിൽ അവൈലബിൾ ആവേണ്ടത്. ഓറഞ്ച് കളർ നോക്കാം. ഒരിക്കൽ കൂടി പോയി സെർച്ച് ചെയ്യാം, അതായിരിക്കും നല്ലത്. iPhone 17 Pro Max ഇതാണ്ട് കിടക്കുന്നു. കിട്ടി മക്കളെ ഐഫോൺ. ഇതെന്താ? കിട്ടി മക്കളെ iPhone 17 Pro Max. പോയി നോക്കിയാൽ അവൈലബിൾ ആണ്. 2 GB അവൈലബിൾ ആയിട്ടുള്ളൂ. കറൻ്റ്ലി അൺഅവൈലബിൾ. ഇത് അവൈലബിൾ ആണ്, 2 GB അവൈലബിൾ ആണ്. 2,30,000 രൂപ എന്തോ ആണ് 2 GB അവൈലബിൾ ആണ്. ഓക്കെ, ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ 48 മെഗാ പിക്സലിൻ്റെ 3 റിയൽ ക്യാമറയാണ് വരുന്നത്. പിന്നീട് എല്ലാം അങ്ങനെയൊക്കെ തന്നെ കൊള്ളാടി. ഇതിൻ്റെ പിന്നെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയാനല്ലോ. ഫ്രണ്ട് ക്യാമറ 18 മെഗാ പിക്സൽ. എൻ്റെ ക്യാമറയിലാണല്ലോ ക്വാളിറ്റി കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ക്യാമറ ആദ്യം തന്നെ ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞത്. ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 1 ഇയർ വാറൻറ്റി ആണ് വരുന്നത്. പിന്നെ OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ആപ്പിളിൻ്റെ 1 ഇയർ ലിമിറ്റഡ് വാറൻറ്റിയാണ് വരുന്നത്. ലിമിറ്റഡാണത്. പിന്നീട് 78 മില്ലിമീറ്ററിൻ്റെ വിത്തും ഹൈറ്റും ഡെപ്തും. വെയിറ്റ് 223 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ ആൾ സ്ക്രീൻ OLED ആണ് വരുന്നത്. പിന്നെ അങ്ങനെ പറയുന്നില്ല. പിന്നെ 120 റിഫ്രഷിങ് റേറ്റ് വരുന്നുണ്ട്. 2000 നെറ്റ്, അതന്നെ 2000 നെറ്റ് വരെ ഇത് റൈറ്റ് അപ്പ് ചെയ്യാൻ പറ്റും. iOS 60 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആപ്പിളിൻ്റെ ഒരു പ്രൊസസ്സറാണ് വരുന്നത്. A90 ചിപ്പ്
6 ക്രോ പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ ഇതൊക്കെ നിങ്ങൾ വായിച്ചെടുക്കുക. പ്രൈമറി ക്യാമറ ഉണ്ട്. പ്രൈമറി ക്യാമറ 48 മെഗാ പിക്സലിൻ്റെ 3 വരുന്നത്. ഫ്രണ്ട് ക്യാമറയും ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ വായിച്ചെടുക്കുക കേട്ടോ. ഞാൻ നല്ല നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞുതരാം. സിം സ്ലോട്ട് ഇല്ല. OTG നമുക്ക് കണക്ട് ചെയ്ത് മറ്റേ സിനിമ പെൻഡ്രൈവിലോട്ട് ആക്കണമെങ്കിൽ ലാപ്പിലോട്ട് പോകണം. 2 GB സ്റ്റോറേജ് തന്നിട്ടുണ്ട്. എന്തിനാണെന്ന് അറിഞ്ഞൂടാ. ഒരു ഫീച്ചേഴ്സും ഇല്ലാതെ 2 GB സ്റ്റോറേജ്. അതായത് 2000 GB എന്തോ 2000 GB. ഇവിടെ മനോരയ്ക്ക് 500 GB എടുത്തിട്ട് ഇവിടെ മൾട്ടി ഗെയിമിങ് കളിച്ചിട്ടും തീരാനില്ല. അതായത് BGMIയും PUBGയും ഫ്രീ ഫയറും എല്ലാം ഒരു ഫോൺ കിട്ടിയിട്ടും തീരാനില്ല. എന്നിട്ടാണ് 2 GB, അതും 2.5 ലക്ഷത്തിന് വാങ്ങാൻ പോണത്. വാങ്ങുന്നവരെ കാണും, ഞാൻ വാങ്ങുന്നവരെ കുറ്റം പറയണല്ല. വാങ്ങാം, എന്നാൽ പൈസ ചുമ്മാ കിടന്ന് കളയാൻ അവർക്കിത് വാങ്ങാം. അല്ലാതെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ നോക്കണവർക്ക് ഇത് വാങ്ങിച്ച് കാര്യമില്ല. ഞാൻ നൈസിലൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്തേ ഉള്ളൂ ഈ വീഡിയോയിൽ. ഇനി ഇത് വന്നില്ലെന്നൊന്നും പറയാനില്ല. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാൻ ഒന്നുമില്ലടേ. ഇതിൻ്റെ അകത്ത് കണ്ട ഫോണും Type-C ചാർജിങ് കേബിൾ. ഇനി കുറേ കൂടി കഴിയുമ്പോൾ ഫോൺ മാത്രം തരും. ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ ഫോൺ മാത്രം തരും, പെട്ടിയും കാണില്ല. ഫോണും വാറണ്ടി കാർഡ് ഫോണിൻ്റെ അകത്ത് ഒട്ടിച്ച് വെച്ചിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഫോണ് കുറച്ച് ലേറ്റസ്റ്റ് ഫോണാണ്. ഐഫോണിനേക്കാളും ലേറ്റസ്റ്റ് ഫോണാണ്. നോക്കാം. അതിന് നമ്മൾ പോയിട്ട് മോട്ടോ G67 എന്നടിക്കാം. മോട്ടോ G67 പവർ ഇതാ വന്ന്. കമ്മിങ് സൂൺ. ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ അല്ല. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ഫോണാണ്. ഇറങ്ങിയിട്ട് 2-3 ദിവസമൊക്കെ ആയതേ ഉള്ളൂ. തീർന്നിട്ടുണ്ട്. പിന്നെ അറിയാമല്ലോ, 3 കളറിലാണ് അവൈലബിൾ. നല്ലൊരു ഫോണാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ് കേട്ടോ. 7000 mAh ബാറ്ററി വരുന്നുണ്ട്. 50 മെഗാ പിക്സലിൻ്റെ സോണി LYT ക്യാമറ വരുന്നുണ്ട്. പിന്നെ 4K റെക്കോർഡിംഗ് ഇൻ ആൾ ക്യാമറ. സ്നാപ്ഡ്രാഗൺ 7th Gen ചിപ്സെറ്റാണ് വരുന്നത്. ഇതിൽ പിന്നെ വലിയ ഡീറ്റെയിൽസ് ഒന്നും ഫ്ലിപ്കാർട്ടിൽ നിന്ന് കയ്യിൽ നിന്ന് കിട്ടുന്നില്ല. കാരണം ഇന്ത്യ ബോക്സ് എന്താണ് ഈ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുള്ളതിനെ കുറച്ചും കൂടി വിപുലീകരിച്ച് കിട്ടുന്നതേ ഉള്ളൂ. വേറൊന്നും തരുന്നില്ല. ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഗൊറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷനോട് വരികയാണ്. 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. 17.2 സെൻറ്റിമീറ്ററിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. താഴെ വീണാലൊന്നും പറ്റില്ല എന്നാണ് കമ്പനി പറയുന്നത്. ഗെയിമിങ്ങിനൊക്കെ സ്നാപ്ഡ്രാഗണിൻ്റെ സ്നാപ്ഡ്രാഗണിൻ്റെ 7th Gen 2 ചിപ്സെറ്റാണ് വെച്ചിരിക്കുന്നത്. മോട്ടോറോളയുടെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ബഡ്ജറ്റും ലുക്കും ഒക്കെയാണ്. തിക്നെസ്സൊക്കെ വളരെ കുറവായിരിക്കും, വെയിറ്റും കുറവായിരിക്കും. ക്യാമറ അത്യാവശ്യം കുഴപ്പമില്ലായിരിക്കും. പിന്നെ IP64 വാട്ടർ റെസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. മിലിറ്ററി ഗാർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗൊറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഡിസ്പ്ലേ ഏതാണ്? LCD ആണ് കേട്ടോ. പിന്നെ ഡുവൽ ബി അറ്റ്മോസ്റ്റ് വരുന്നുണ്ട്. ഹൈ റെസ് ഓഡിയോ ഉണ്ട്. നമുക്ക് ഡുവൽ ബി ഓഡിയോ കൊടുക്കാമായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. 8GB പ്ലസ് 16GB സ്റ്റോറേജാണ് വരുന്നത്. എക്സ്റ്റെൻഡ് 8GB നമുക്ക് 24GB ആക്കാൻ പറ്റും. മൾട്ടിപ്പിൾ കണക്ടിവിറ്റി, അതായത് സ്മാർട്ട് കണക്ടിവിറ്റി, മൾട്ടിപ്പിൾ കണക്ടിവിറ്റി വരുന്നുണ്ട്. ഹലോ UX പവേർഡ് ബൈ Android 11 ആണ്. പിന്നെ മോട്ടോ ബൂട്ട് ബോസ് വരുന്നുണ്ട്. കണക്ട് മോർ ഫീച്ചേഴ്സ്. പിന്നെ ഇതാണ്. ഇനി നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ചെകന് താഴോട്ട് പോകണം.
താഴോട്ട് പോയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇതാ വന്നു ഡീറ്റെയിൽസ്. 1 ഇയർ വാറൻറ്റിയാണ് വരുന്നത്. 7000 mAh ബാറ്ററിയാണ് വരുന്നത്. ഗൂഗിൾ ക്രോമാണ് ബ്രൗസർ. 1 ഇയർ വോയിസ് അപ്ഡേഷൻ തരുന്നുണ്ട്. പിന്നീട് ടച്ച് സ്ക്രീനാണ്. പിന്നെ OTG ഇതും വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. കൊള്ളാം, നല്ലൊരു ഫോണാണ്. പിന്നെ LCD ഡിസ്പ്ലേ ടൈപ്പ് LCD ഞാൻ പറഞ്ഞില്ലേ. ഫുൾ ഗെയിമിംഗ് സ്ലോട്ട് വരുന്നുണ്ട്. ഫുൾ HD ആണ്, എല്ലാം ഉണ്ട്. Android 50 ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സെറ്റാണ്. 7th Gen ഒക്ട കോർ എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ ഉണ്ടടി. പിന്നെ ഇൻസ്റ്റൻറ്റ് സ്റ്റോറേജ് വരുന്നത് 128 GB + 8 GB ആണ് വരുന്നത്. പിന്നെ പ്രൈമറി ക്യാമറ അവൈലബിൾ ആണ്. 50 MP + 8 MP. പിന്നീട് നൈറ്റ് വിഷനൊക്കെ കൊള്ളാമെന്നാണ് പറയുന്നത്. ഡിജിറ്റൽ സൂം ഒക്കെ വരുന്നുണ്ട്. അപ് ടു 8x ഗൂഗിൾ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. കൊള്ളാം. പിന്നീട് ബ്ലൂടൂത്തും ഡ്യുവൽ LED ഫ്ലാഷൊക്കെ വരുന്നുണ്ട്. HD റെക്കോർഡിങ് വരുന്നുണ്ട്. ഇമേജ് എഡിറ്റിംഗ് വരുന്നുണ്ട്. ഫുൾ HD റെക്കോർഡിങ് വരുന്നുണ്ട്. ഡ്യുവൽ ക്യാമറ ലെൻസ് വരുന്നുണ്ട്. 5G ഫോണാണ്. എല്ലാ സിമ്മും കണക്ട് ചെയ്യും. പിന്നീട് മൈക്രോ USB പോർട്ടുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ്. ബ്ലൂടൂത്ത് സപ്പോർട്ടുണ്ട്. വൈഫൈ സപ്പോർട്ടുണ്ട്. GPRS എന്ന് പറഞ്ഞൊരു സാധനം സപ്പോർട്ടുണ്ട്. വൈഫൈ വെർഷൻ ഉണ്ട്. പിന്നെ ഹിന്ദി ബോക്സ് എന്തൊക്കെ വരുമെന്ന് ഇവർ കൊടുത്തിട്ടില്ല ഗൈസ്. അത് കുറച്ച് ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് എത്രയൊന്നും കൊടുത്തിട്ടില്ല. ചിലപ്പോൾ അതിന് വൈകാതെ വരുമായിരിക്കാം. എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഇടുന്നതായിരിക്കും. അത് ഉറപ്പാണ്. ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഞാൻ ഇടും. അത് ആയിരിക്കും. ഓക്കെ. പിന്നീട് അങ്ങനെ വേറെ വരുന്നില്ലല്ലേ. ഇതിൻ്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിൻ്റെ അകത്ത് എത്ര വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുമെന്നൊന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും കിട്ടുന്നില്ല, ഒന്നിൽ നിന്നും കിട്ടുന്നില്ല. എന്ത് ചെയ്യാനാ? അതുകൊണ്ട് ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് ഈ ഫോൺ കൊള്ളാം കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ്. ആമസോണിൽ ഞാൻ നോക്കിയപ്പോൾ അവൈലബിൾ അല്ല. 5G വേരിയൻ്റ് നല്ലൊരു ഫോണാണ്. 3 കളറിൽ അവൈലബിൾ ആണ്. മറ്റേതും ഐഫോൺ 3 കളറിൽ അവൈലബിൾ ആണ്. വിവോ 2 കളറിലേ ഉള്ളൂ. ഐഫോൺ ഞാനൊന്നും പറയണില്ല. നേരത്തെ ഉണ്ടായിരുന്നില്ലേ, ഇപ്പം ഇല്ല. വാട്ട് എ മിറാക്കിൾ. നേരത്തെ ഐഫോൺ ഉണ്ടായിരുന്നതാണ്, ഇപ്പം നഹി ഹോ സക്താ ഹെ. എവിടെ പോയി? ഓക്കെ, ഐഫോണിൻ്റെ ഒരു ഇതുമില്ല. ഓറഞ്ച് കളറ്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ വരുന്നുണ്ട്. ആ വിവോയുടെ ഫോൺ ഇവിടെ പോയി. എവരുടെ വിവോ? ഓക്കെ, വന്ന് വിവോ ഒരു കണ്ടെടുക്കണം. വിവോ V60e. ഞാൻ പറയുകയാണെങ്കിൽ വിവോ V60യും മോട്ടറോള G67 പവറും കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. പിന്നെ ഐഫോണും കൂടി ഒന്ന് ജസ്റ്റിഫൈ ചെയ്ത് വിട്ടെന്നേ ഉള്ളൂ. നല്ലൊരു ബാറ്ററി ബാക്കപ്പൊക്കെ തരുന്ന നല്ലൊരു ഫോണാണ് വിവോ V60e. മോട്ടറോളയും നല്ല ബാറ്ററി ബാക്കപ്പ്, നല്ല 7.5 mAh ബാറ്ററിയാണ്. അപ്പോൾ നല്ല ബാറ്ററി ബാക്കപ്പൊക്കെ തരുന്നൊരു ഫോണാണ് മോട്ടറോളയും. പിന്നെ ഐഫോൺ ബാറ്ററി ഒന്നും പറയുന്നില്ല. ബാറ്ററിയുടെ കാര്യം ഇവിടെ മിണ്ടണില്ല ഐഫോണിൽ. ബാറ്ററിയുടെ കാര്യമൊന്നും പറയണേ ഇല്ല. എന്താണെന്തോ ഒരു കാര്യത്തിനും കൊള്ളില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. കുഴപ്പമില്ലാത്തൊരു ഫോണാണ് കേട്ടോ ഐഫോൺ, എന്നൊന്നും പറയാൻ പറ്റില്ല. നല്ലൊരു ലക്ഷറി ഫോണൊക്കെ കിട്ടണമെങ്കിൽ ഐഫോൺ ഈസ് ദി ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ ഇതിൽ നല്ല ക്യാമറ ഒക്കെ വരുന്നുണ്ട്. മറ്റേ സാംസങ്ങിൻ്റെ ആ സീരീസിലെ ക്യാമറ
അതിന് 200 മെഗാ പിക്സലാണ്, ഇതിന് 200 മെഗാ പിക്സലിൽ വിവോ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അത്ര വില തന്നിട്ടില്ല. അതിൽ പിന്നെ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ദാറ്റ്സ് നൈസ് ഫോൺ സാംസങ്ങിൻ്റെ. ഇതും നൈസാണ്, ഇതും നൈസാണ്, വിവോയും നൈസാണ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷനിൽ നല്ലൊരു ഫോണാണ് കേട്ടോ ഇതൊക്കെ. ഞാനിങ്ങനെ ചുമ്മാ തമാശ പോലെ പറയണമെങ്കിലും നല്ല ഫോൺസാണ്. നല്ല ഫോൺസാണ്, എല്ലാം കൊള്ളാം. എങ്കിലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് മുകളിൽ കിടക്കുന്ന രണ്ടും വിവോയും മോട്ടോയുടെയാണ്. ഐഫോൺ പോണ ഇങ്ങനെ വാരി കവിഞ്ഞ് വരുന്നവർക്ക് ഐഫോൺ വാങ്ങാം. 2 ലക്ഷം 1.5 ലക്ഷം രൂപയ്ക്കാണ് വില. ബഡ്ജറ്റ് എത്ര ഉള്ളവർക്ക് വാങ്ങാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഫോൺസ് വാങ്ങാം. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഈ 3 ഫോൺസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള മറ്റ് വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ ഇനി എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ നിർത്തുന്നു. ബൈ.